പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ ഈശോ ഒരു ദിവസം കൂടെ എളിയ ദാസനെ അനുവദിച്ചതിനോർത്ത് കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ലോക ചരിത്രത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു പ്രധാന വിഷയം ഈ കാലഘട്ടത്തിൽ ലോകാവസാനമുണ്ടോ, ലോകാവസാനം, ആഗോളയുദ്ധം, ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, പല രീതിയിൽ കേൾക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല, അതാര് പറഞ്ഞു എന്നുള്ളതുമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് തന്നത്. ഞാൻ ധാരാളം വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം ആദ്യം കുറച്ച് ജ്ഞാനം, ബൈബിളിനെ സംബന്ധിച്ച് കുറച്ച് ജ്ഞാനമുള്ള, അത് അച്ഛനോ അല്ലെങ്കിൽ പന്തപുസ്തകരോ ആരുമായിക്കോട്ടെ, അവരെല്ലാവരും പറയുന്നത് അത് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഞാൻ തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ, 2 വീഡിയോകൾ ലോകാവസാനത്തിന് ഡേറ്റ് ലോകത്തിന് തന്നുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്, ഒരു നാളെ ഒരു അതിനിഗൂഢ രഹസ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ലോകാവസാനത്തെ സംബന്ധിച്ച് തരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഇതിനെ ഈ പൊട്ടക്കണക്കാർ വിശ്വസിക്കാൻ നാളെ ഒരു അതിനിഗൂഢ രഹസ്യം കൂടി ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ ക്ലാസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ക്ലാസ്സുകളുടെ കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോൾ ഈ കേട്ട ക്ലാസ്സുകളിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇച്ചിരിച്ചേ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ 1290 പ്ലസ് 45 സമം 1335 ഞാൻ പറഞ്ഞു. അത് 1.5 മാസമാണെന്നും പറഞ്ഞു. എന്നാൽ ആ കണക്കിനകത്ത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ പെടാത്ത ദൈവത്തിൻ്റെ അതിനിഗൂഢ രഹസ്യമായ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ഒളിഞ്ഞു കിടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ ജനുവരി മാസത്തിനും 31 ദിവസമുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? അതെല്ലാവരുടെ കലണ്ടർ എടുത്ത് നോക്കിയാൽ മതി. ജനുവരി എപ്പോഴും 31 ദിവസമാണുള്ളത്. അപ്പോൾ ആ 31ഉം ഫെബ്രുവരിയുടെ 15 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 45 വരേണ്ടത്, 46 വരേണ്ടത്. നിങ്ങളത് ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ് ഞാനത് എത്ര വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ 1290 പ്ലസ് 45 സമം 1336 വരും. ഒരു ദിവസം കൂടുതൽ വരും. അതാണ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട സംഖ്യ അതാണ്. കാരണം ആ കണക്ക് കൂട്ട് തെറ്റില്ലോ, അതൊരു കണക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒരു സംഭവമുണ്ട്. ഈ 45 എന്ന് പറയുന്നത് കറക്റ്റ് 1.5 മാസമായിട്ട് നിൽക്കണമെങ്കിൽ അവിടെ ഒരു ദിവസം കൂടുതലാണെങ്കിൽ ഈ 1335 എന്ന സംഖ്യ തെറ്റും, കണക്ക് തെറ്റും. അത് 1336 ആകും. അപ്പോൾ 1290 എന്ന സംഖ്യ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതാണ്. 1335 എന്ന സംഖ്യയും ദാനിയേൽ പ്രവാചകൻ തന്നെ പറയാം. അതാ പിതാവായ ദൈവം സംസാരിച്ചതാണ്. അപ്പോൾ പിതാവായ ദൈവത്തിന് തെറ്റുപറ്റിയില്ലല്ലോ, ദൈവത്തിന് തെറ്റുപറ്റിയല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ദിവസം കൂടുതൽ വരുമ്പോൾ 1336 ആകാത്തത്? 1290 പ്ലസ് 45 സമം കൂട്ടും കിട്ടുന്ന സംഖ്യ 1335. അപ്പം 36 ആകുന്നില്ല. അപ്പോൾ ഒരു ദിവസം എല്ലാ ജനുവരി മാസത്തിനും ഒരു ദിവസം കൂടുതലുണ്ട് താൻ. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? ഈ കണക്ക് എങ്ങനെ ഒക്കും? ഈ കണക്ക് തെറ്റല്ലേ? നിങ്ങൾ കൂട്ടി നോക്കിയാൽ അറിയാം. ഇത് തെറ്റാണ് എന്ന് എന്നോട് കണക്ക് കൂട്ടാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ 2016 കാലഘട്ടങ്ങളിൽ ഇത് വെളിപ്പെടുത്തൽ കിട്ടിയ സമയത്ത് ബുക്കും പേനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഇത് കൂട്ടുമ്പോൾ എനിക്ക് ഈ കണക്ക് എനിക്ക് പിടുത്തം കിട്ടി. അപ്പം ഞാൻ സർവശക്തനായ ദൈവത്തോട് എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഈ 1290 എന്ന സംഖ്യയോട് കൂടി 45 കൂട്ടുമ്പോൾ 1336 വരുള്ളൂ. ജനുവരി മാസം 31 ദിവസമുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ തള്ളിക്കളഞ്ഞാലും, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വികാരം
ഇനി ഞാൻ പറയുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് തോന്നിയാലും എനിക്ക് വിഷയമില്ല. പരമസത്യമായ ഒരു അതിനിഗൂഢ രഹസ്യം യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ സർവശക്തനായ ദൈവം എന്നോട് പറഞ്ഞൊരു വചനം ഇങ്ങനെയാണ്. വെളിപാടിൻ്റെ നീ പറഞ്ഞത് ശരി തന്നെ, ജനുവരി മാസത്തിന് 31 ദിവസമുണ്ട്. അപ്പോൾ 45 എന്ന സംഖ്യ 46 ആകും. അങ്ങനെ 46 ആകുമ്പോൾ 1335 എന്നത് 1336 ആകും. എന്നാൽ വെളിപാടിൻ്റെ പുസ്തകം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു. 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ സർവശക്തനായ സ്വർഗീയ മഹത്വം എഴുതി വെച്ച ഒരു നിഗൂഢ രഹസ്യം എന്നോട് വായിക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. അത് ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, നക്ഷത്രങ്ങളുടെ 1/3 തകർക്കപ്പെട്ടു. തന്മൂലം അവയുടെ 1/3 ഇരുണ്ടുപോയി. പകലിൻ്റെ 1/3 ഇരുണ്ടുപോയി. അതുപോലെ തന്നെ രാത്രിയുടെ 1/3. നിങ്ങൾക്കുള്ള മനസ്സിലായോ? പ്രിയ സഹോദരരെ, ലോകാവസാനത്തിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു അതിനിഗൂഢ രഹസ്യത്തിൻ്റെ ചുരുളാണ് കർത്താവ് എനിക്ക് പറഞ്ഞത്. അതിൻ്റെ നമ്മൾ ഒരു കാര്യം പറയണം. സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, പിന്നെ പറയുന്നത് പകലിൻ്റെ 1/3. അപ്പം പകല് എന്ന് പറയുന്നത് എവിടെയാണ്? പകല് ഭൂമിയിലാണ്. സൂര്യനിൽ ഇരുട്ടോ വെളിച്ചമോ കൂടുതലോ കുറവൊന്നുമില്ല, നമുക്കറിയാം. സൂര്യനെന്നും ഒരേ ജ്വാല തന്നെയാണുള്ളത്. അപ്പോൾ പകലെവിടെയാണുള്ളത്? പകല് ഭൂമിയിലാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണ് ഭൂമിയുടെ 1/3 തകർക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈശോ എന്നോട് വീണ്ടും പറയുകയാണ്, 8-ാം അധ്യായം മുഴുവൻ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഭൂമിയുടെ, അതായത് 8-ാം അധ്യായം, വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്, ഭൂമിയുടെ 1/3 ഭാഗം വെന്തെരിഞ്ഞു പോയി. നിങ്ങൾ ആ വചനം എടുത്ത് വായിച്ചാൽ മതി, അപ്പോൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ ഭൂമിയുടെ 1/3 പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഒരു കണക്കുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം 24 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പോൾ 3-8 ചേരുമ്പോഴാണ് 24 ഉണ്ടാകുന്നത്. അപ്പോൾ സൂര്യൻ്റെ 1/3 പറഞ്ഞാൽ സൂര്യൻ്റെ 4 സൂര്യനെ വിഭജിച്ചാൽ അതിൻ്റെ 1/3 പറയുമ്പോൾ അതൊരു 8 മണിക്കൂറാണ്. ഭൂമിയുടെ 1/3 എന്ന് പറയുമ്പോൾ അതൊരു 8 മണിക്കൂറാണ്. ചന്ദ്രൻ്റെ 1/3 പറയുമ്പോൾ അതൊരു 8 മണിക്കൂറാണ്. അപ്പോൾ 3-8 24 എന്ന് പറഞ്ഞാൽ 3-8 ചേരുമ്പോൾ ഉണ്ടാകുന്ന 24 ഒരു ദിവസമാണ്. ആ ദിവസം എന്ത് സംഭവിച്ചു? ആ ദിവസം ഭൂമുഖത്ത് നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് സർവശക്തനായ ദൈവം ഒരു ദിവസത്തെ ഇല്ലാതെയാക്കി. അപ്പോൾ 46 വരുമോ? അതായത് നിങ്ങൾ മനസ്സിലായാൽ നിഗൂഢ രഹസ്യമാണ്. ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ട പല ആവർത്തി വെച്ച് നിങ്ങൾ കേൾക്കണത്, എന്നിട്ട് നിങ്ങൾ എഴുതിക്കൂട്ടി പഠിക്കണത്. അപ്പോൾ സർവശക്തനായ ദൈവത്തിന് ചോദിച്ചു, എല്ലാ മാസത്തിനെയും ജനുവരി മാസം 31 ദിവസമുണ്ട്. അപ്പോൾ 46 ആ കണക്കിന് കർത്താവ് പറഞ്ഞപ്പോഴാണ് സൂര്യൻ്റെ 1/3 8 മണിക്കൂർ, ഭൂമിയുടെ 1/3 8 മണിക്കൂർ, ചന്ദ്രൻ്റെ 1/3 8 മണിക്കൂർ. അതായത് ഒരു ദിവസം ഉണ്ടാകണമെങ്കിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടെ കൂടി തിരിയുന്ന ആ സംവിധാനത്തിലാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ 3-8 24. അപ്പോൾ 8 മണിക്കൂർ വെച്ച് പ്രപഞ്ചത്തിൽ നിന്നും ഇല്ലാതെയാവുമ്പോൾ അതിൻ്റെ അയനത്തിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഒരു ദിവസം ഭൂമിയിൽ നിന്നും ഒരു ദിവസം ഇല്ലാതെയാകും. എപ്പോൾ, എങ്ങനെ? അപ്പോൾ കർത്താവ് പറയാണ്, എങ്ങനെ പറഞ്ഞത്? സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, നക്ഷത്രങ്ങളുടെ 1/3, ഭൂമിയുടെ 1/3 തകർക്കപ്പെട്ടു എന്നാണ്. തകർന്നു പോയി എന്നല്ല. തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു സംഭവത്തിൻ്റെ പുറത്ത്, ഒരു സ്ഫോടനത്തിൻ്റെ പുറത്ത് ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ യന്ത്രങ്ങൾ അവിടെ ചെന്ന് പൊട്ടിയപ്പോൾ സംഭവിച്ചാണ്. അതുകൊണ്ട് തകർക്കപ്പെട്ടു, തകർന്നു എന്നല്ല പറഞ്ഞത്, തകർക്കപ്പെട്ടു എന്ന്. ആ സംഭവത്തെ, ആ പ്രവൃത്തിയെ, ആ സംഭവ വികാസങ്ങളെ, ആ ആണവ സ്ഫോടനത്തെ, ആ ഹൈപ്പർസോണിക് മിസൈലിനെ അവിടെ എത്തുകയും പൊട്ടുകയും ചെയ്തു എന്നത് വ്യക്തമാണ്.
സുവ്യക്തമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയില്ലോ. അപ്പോൾ അവിടെ ഒരു ദിവസം കുറവ് വന്നപ്പോൾ ജനുവരി മാസത്തിൻ്റെ 31 എന്ന സംഖ്യയിൽ ഒരു ദിവസം നമുക്കെടുത്ത് മാറ്റാൻ പറ്റില്ല. അത് ചരിത്രത്തിൽ സംഭവമാണ്, ഡേറ്റുകളിൽ സംഭവമാണ്, ലോകത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതിൻ്റെ സംവിധാനത്തിൽ അങ്ങനെയാണുള്ളത്. ആ സംവിധാനത്തെ മാറ്റാൻ പറ്റില്ല. എന്നാൽ ഈ ആണവ സ്ഫോടനത്തിൻ്റെ ഫലമായി പ്രപഞ്ചത്തിൽ നിന്നും ഒരു ദിവസം ഓട്ടോമാറ്റിക്കലല്ല, തകർക്കപ്പെട്ടതിൻ്റെ പുറത്ത് ഒരു ദിവസം ഇല്ലാതെയായപ്പോൾ ഈ 45 എന്ന് പറയുന്ന സംഖ്യ അതേപടി കറക്റ്റായി എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത് 45 എന്ന സംഖ്യ ഒരു മാന്ത്രിക സംഖ്യയാണ്. അത് അതിനിഗൂഢ രഹസ്യമായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് വെളിപ്പെട്ട് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? 2033 എന്ന സംഖ്യ കഴിഞ്ഞാൽ പിന്നെ വരുന്ന 45 എന്ന സംഖ്യ കറക്റ്റ് 1.5 മാസമാണെന്നും 2034 ഫെബ്രുവരി 15 പകൽ 12 മണിക്ക് ഈ സംഭവം വ്യക്തമായി നടക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഈ 45 ദിവസത്തിലാണ് കിടക്കുന്നത്. എന്ത്? സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ. 1290 1335 അല്ല. ഈ രഹസ്യം മുഴുവൻ കിടക്കുന്നത് ഈ 45 ദിവസമാകുന്ന ഗോഗ് മാഗോഗ് യുദ്ധത്തിലാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പന്തകുസ് വിഭാഗത്തിനും ഇപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നത് ഇവിടെയാണ്. അവർ പറയുന്നത്, അവരുടെ ഒക്കെ ഭാഷയെ പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്? 2033 യുഗാന്ത്യത്തിന് ശേഷം പിന്നെ 1000 വർഷത്തെ ഭരണം ഭൂമിയിലുണ്ട്. അത് ക്രിസ്തുവിനോട് കൂടിയുള്ള ഭരണമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചു. അങ്ങനെ യേശുവിൻ്റെ കൂടെ ആ വിശുദ്ധിയോട് ജീവിച്ചെല്ലാം യേശുവിൻ്റെ കൂടെ ഭൂമിയിൽ തന്നെ തുള്ളിച്ചാടി 1000 വർഷം കഴിയും. ആ 1000 വർഷം കഴിയുമ്പോഴാണ് സാത്താനെ അഴിച്ചുവിടുന്നത്. അതിനുശേഷമാണ് ഗോഗ് മാഗയുദ്ധം വരുന്നത്. പിന്നീടാണ് സ്വർഗരാജ്യം വരുന്നത്. അല്ല. അതുകൊണ്ടാണ് ഇത്ര നിഗൂഢ രഹസ്യത്തെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. പ്രിയ സഹോദരരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ഈ 45 ദിവസം എന്ന് പറയുന്നത് 1.5 മാസമാണെന്നും അതിനകത്ത് ഒരു ദിവസം നഷ്ടമാകുമ്പോൾ ഈ 45 എന്ന സംഖ്യ കറക്റ്റാണെന്നും ജനുവരി മാസത്തിൽ 31 ദിവസവും 15 ദിവസവും കൂടുമ്പോൾ 46 എന്ന സംഖ്യ വരാതെ കർത്താവ് അതിനകത്ത് സംരക്ഷിച്ചിരിക്കുന്നത്, ആ കണക്കിനെ കൃത്യമാക്കി വെച്ചിരിക്കുന്നത്, ഈ നിഗൂഢ രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് എനിക്കിങ്ങനെയാണ് പ്രിയപ്പെട്ടത്. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1335 എന്ന സംഖ്യ കറക്റ്റാണെങ്കിൽ ഈ 45 ദിവസം എന്ന സംഖ്യയും കറക്റ്റാണ്. അതിന് മാറ്റമില്ല. അങ്ങനെ അതിന് മാറ്റമില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 2030 ജൂലൈ 1 ഈ 1290 എന്ന സംഖ്യ തുടങ്ങിയില്ലെങ്കിൽ ഈ 1335 എന്ന സംഖ്യയിലും മാറ്റം വരും. അപ്പോഴെന്ത് സംഭവിക്കും? ഈ 45 എന്ന സംഖ്യയിലും മാറ്റം വരും. അപ്പോൾ എന്ത് സംഭവിക്കണം? 2027 തന്നെ ആഗോള യുദ്ധം തുടങ്ങണം. അതിൽ 3.5 വർഷം പൂർത്തിയാകണം. ആ 3.5 വർഷം പൂർത്തിയായിട്ട് പിന്നെ തുടങ്ങുന്ന 3.5 വർഷം 2030 ജൂലൈ 1 തുടങ്ങിയാലേ ആ 1290 എന്ന സംഖ്യ അവിടെ തുടങ്ങിയുള്ളൂ. 1290 എന്ന സംഖ്യ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാൻ പാടില്ല. എന്ന് പറയുമ്പോൾ ഈ 45 സംഖ്യ എന്ന കറക്റ്റ് ആയിരിക്കണം. ഈ 45 സംഖ്യയിലേക്ക് മാറ്റമില്ലെങ്കിൽ 1335 എന്ന സംഖ്യ കൂട്ടസംഖ്യ കറക്റ്റാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ ഈ കണക്കുകളിലൊന്നും ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമായി, സുവ്യക്തമായി, വളരെ വ്യക്തമായി, അതിവ്യക്തമായി, സൂക്ഷ്മമായി കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഈ എളിയദാസനിൽ കൂടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2000 ആണ്ട് 3000 ആണ്ട് 2033 ശേഷം പിന്നെ ഈ 45 ദിവസം മാത്രമേ പ്രപഞ്ചം ഉള്ളൂ എന്നുള്ള അടിസ്ഥാന സത്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി പന്തക്കുസ്തു വിഭാഗത്തിനൊന്നും ഇത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർ പറയും ഇത് 2027 സഭയെടുക്കപ്പെടും, 2030 സഭയെടുക്കപ്പെടും, 2033 വരെ പോയി കഴിഞ്ഞാൽ 2033 സഭയെടുക്കപ്പെടും, അതിനുശേഷം 1000 വർഷത്തെ ഭരണമുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനം തെറ്റാണ്. ഏതാണ് ശരി? ഈ കണക്കാണ് ശരി. അതുകൊണ്ടാണ് ഈ കണക്ക് ഇത്ര വ്യക്തമായി, സുവ്യക്തമായി, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കെല്ലാം കേൾക്കുന്ന വ്യക്തികളും മനസ്സിലാവുന്ന ഭാഷയിൽ വ്യക്തമായിട്ട് ഞാൻ വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ
45 എന്ന സംഖ്യ മാന്ത്രിക സംഖ്യയാണ്. അത് 1290 എന്ന സംഖ്യ അത്ഭുത സംഖ്യയാണ്. 1335 എന്ന് പറയുന്ന സംഖ്യ ലോകാവസാനത്തിൻ്റെ സംഖ്യാരൂപമാണ്. ലോകാവസാനത്തിൻ്റെ സംഖ്യാരൂപമാണ്. അതിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന നിഗൂഢ രഹസ്യമാണ് ഈ 45. കാരണം എല്ലാ ജനുവരി 31 ദിവസം ഉണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം കൂടുതൽ വരും. അപ്പോൾ കണക്ക് തെറ്റും. പക്ഷേ കണക്ക് തെറ്റാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ സംഭവം നടക്കണം. സൂര്യൻ്റെ 3 ചന്ദ്രൻ്റെ 3 ഭൂമിയുടെ 3 തകർക്കപ്പെട്ടു. അങ്ങനെ തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദിവസത്തിൻ്റെ നഷ്ടം ഈ 45 എന്ന സംഖ്യയിൽ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഒരു സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം ഞാൻ പറയാം. ഇനി എൻ്റെ ഭാഗത്തു നിന്നും ലോകാവസാനത്തെ സംബന്ധിച്ച് അതിൻ്റെ ഡേറ്റ് എന്നാണ്, അതിനെ കണക്കിന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഉണ്ടായാലും ഇതോടുകൂടി ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നൊരു ചെറിയ രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ലോകാവസാനത്തെക്കുറിച്ച് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പൂർണ്ണമായി തീർത്തു. ഇനി ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 2033 സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിലെ വചനം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ആ ഓർമ്മ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് വെച്ചാൽ, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ യുഗം അവസാനിക്കുന്നത് 2033 ഡിസംബർ 31 യുഗം അവസാനിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 2000 പൂർത്തിയാകും. അപ്പോൾ അതിനുശേഷം പിന്നെ എന്തു സംഭവിക്കും? ഈ ലോകത്ത് സാത്താൻ ബന്ധനത്തിന് പോയി 1000 വർഷം ചെയ്യുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചനാവും. വെളിപാട് 27. പിന്നീടുള്ള സാത്താന്യ ഭരണമാണ്. ആ സാത്താന്യ ഭരണം എങ്ങു നോക്കിയാലും നമ്മുടെ മനസ്സിനോ കണ്ണിനോ കാതിനോ കേൾക്കാൻ പറ്റുന്ന ഒരു വാർത്തകളും ഉണ്ടാവുകയില്ല. പ്രപഞ്ചം വല്ലാതെ കുലുങ്ങി വിറയ്ക്കും. ലോകത്തോ നിർമ്മിക്കപ്പെട്ട മുഴുവൻ കെട്ടിടങ്ങൾ ഭൂമിയിൽ നിലംപതിക്കും. റോഡുകൾ, ഗതാഗതങ്ങളെല്ലാം എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാവും. മനുഷ്യരാശി ഏതാണ്ട് 90% ആ സമയത്ത് മരണപ്പെടും. ബാക്കി വരുന്ന, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന പകുതി ആൾക്കാരുണ്ടെങ്കിൽ ആ പകുതി ആളുകൾ അത്രയും യുദ്ധത്തിനായി ഗോഗ് മാഗോഗ് അവരെ കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വെളിപാട് ദിവസം പറയുന്ന കടലിൽ നിന്ന് അവർ ഭൂതലത്തിൽ കയറി വന്ന് യുദ്ധത്തിന് തയ്യാറായി എന്ന് പറയും. ഭൂതലത്തിൽ കയറി വന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കടൽ തീരത്തെ മണൽത്തരി പോലെ അവർ അസംഖ്യമാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2033 കാലഘട്ടം വരുമ്പോഴേക്കും യന്ത്രമനുഷ്യന്മാരെ നിർമ്മിക്കും. ഓരോ രാഷ്ട്രങ്ങളും തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എയർ റോബോട്ടുകൾ, മനുഷ്യ റോബോട്ട് പട്ടാളക്കാരെ നിർമ്മിക്കും. അതൊന്നും ഭൂമിക്ക് മുകളിൽ വെക്കുകയില്ല. അത് ഓരോ രാഷ്ട്രങ്ങളും അതിൻ്റേതായ രഹസ്യ അറകളിൽ സൂക്ഷിച്ചു വെക്കും. ഈ കാലഘട്ടം വരുമ്പോൾ, ഈ ഗോഗ് മാഗോഗ് യുദ്ധം വരുമ്പോൾ, ഭൂമിക്കടിയിൽ നിന്ന് യന്ത്രമനുഷ്യന്മാർ ചെതൽ പുറത്തേക്ക് വരുന്ന പോലെ, ഈയിൽ പുറത്തേക്ക് വരുന്ന പോലെ, തേനീച്ചക്കൂട്ടം പുറത്തേക്ക് വരുന്ന പോലെ ഭൂതലമാകെ കയറി നിറയും. ആ ഭൂതലമാകെ കയറി നിറയുന്നത് പറയാൻ എന്താണ് കാരണം? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും രാഷ്ട്രങ്ങളുണ്ട്. ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളും പട്ടാൾക്കാരുണ്ട്. എല്ലാ പട്ടാൾക്കാരുടെയും എല്ലാ രാഷ്ട്രങ്ങളുടെയും കീഴിലുള്ള സംവിധാനത്തിൽ ഇത്തരം യന്ത്രമനുഷ്യന്മാർ കയറി വരും. അതൊന്നും രണ്ടുമല്ല, 1000 അല്ല, 10,000 അല്ല, ചിലപ്പോൾ കോടിക്കണക്കിന് യന്ത്രമനുഷ്യന്മാർ, റോബോട്ടുകൾ ഭൂമിയിലേക്ക് കയറി. എല്ലാവരും പട്ടാളക്കാരെ പോലെ തന്നെ AI റോബോട്ട് സാങ്കേതിക വിദ്യ വെച്ച് വലിയ യുദ്ധ സംവിധാനമായിരിക്കും. യന്ത്രമനുഷ്യന്മാർ യുദ്ധം ചെയ്യും. അത് അതിഭയാനകമായിരിക്കും. മനുഷ്യബുദ്ധി ചിന്തിച്ചാൽ പെട്ടെന്നൊന്നും പിടികിട്ടില്ല. അങ്ങനെയാണ് ഞാൻ നിനക്കെതിരെ ആകാശത്തെ സൈന്യത്തെ പോലും ഞാൻ നിനക്കെതിരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായത്തിലാണ് ആ വചനം കിടക്കുന്നത്. പ്രിയപ്പെട്ട, അതൊരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ നല്ലതായിരിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം, അതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം, 16-ാം തിരുവചനം. ഭൂമിയെ മറയ്ക്കുന്ന മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നു വരും. ഗോഗിനോട് കർത്താവ് പറയാം, നീ കടന്നു വരും. ഭൂമിയെ മറയ്ക്കുന്ന മേഘം പോലെ എൻ്റെ ജനമായ ഇസ്രായേൽ. അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ജനമാണ് ഇസ്രായേൽ, അവനെ തൊട്ടുപോകരുത്. പക്ഷേ എന്നാൽ ഇസ്രായേൽക്കാർക്ക് ഒരു തോൽവിയെ കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്കൊന്ന് തോറ്റുപോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവരൊന്ന് പരാജയപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിലവിളിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവർ കരയുന്നത്?
എന്തിനു വേണ്ടിയിട്ടാണ് ജെറുസലേം നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ഘോരയത്തവർക്കെതിരെ വരുന്നത്? അതിൻ്റെ പിന്നിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഓർക്കണം, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രക്തമാണ് വീണേ, മനുഷ്യൻ്റെ രക്തമല്ല. കൊലപാതകം മനുഷ്യരക്തമാണ് ഭൂമിയിൽ വീഴുന്നത്. പക്ഷേ മനുഷ്യരക്തമാണെങ്കിൽ പോലും പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാണ് ഭൂമിയിലെ മനുഷ്യരെല്ലാം. ഒരു തുള്ളി ചോരയ്ക്ക് കർത്താവ് ദൈവം പകരം ചോദിക്കും. നിന്റെ ഓരോ തുള്ളി രക്തത്തിനും ദൈവമായ കർത്താവ് പകരം ചോദിക്കുന്ന കർത്താവ് പഴയ നിയമഗ്രന്ഥം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വീണ ഓരോ തുള്ളി ചോരയ്ക്കും സ്വർഗം കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് മനുഷ്യരെ വീണ്ടെടുക്കുകയും മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്തെങ്കിൽ ആ ചെയ്ത നന്മയുടെ മഹത്വത്തെ ഓർത്ത് മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ, എന്നിട്ടും ക്രൂരമായ തിന്മയും കൊള്ളയും കൊലയും വ്യഭിചാരവും ലൈംഗിക അതിപ്രസരവും കുടുംബകലഹവും രാജ്യത്തകർച്ചയും യുദ്ധവും മൂല്യച്യുതികളും ധാർമ്മിക നഷ്ടവും സത്യസന്ധത ഇല്ലാത്ത അവസ്ഥയും നീതിബോധം നഷ്ടപ്പെടുകയും ചെയ്ത സഭയും ലോകവും രാഷ്ട്രവും ഇസ്രായേൽക്കാർക്കും എല്ലാവർക്കും കർത്താവ് പീഡയും വേദനവും രക്തചിന്തലും രക്തച്ചൊരിച്ചിലും കൊടുത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയാനുള്ള അവസാന ഒരു സാഹചര്യം കൂടെ കർത്താവ് ഒരുക്കും. ആ സാഹചര്യമാണ് 2013 ശേഷം 45 ദിവസം വരുന്ന ആ വലിയ കൊടും യുദ്ധം. ആ യുദ്ധത്തിൽ സക്കറിയ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? പകർച്ചവ്യാധി കൊണ്ടും രക്തച്ചൊരിച്ചിൽ കൊണ്ടും അവനെ ഞാൻ വധിക്കും. ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെ മേൽ പേമാരിയും കന്മഴിയും തീയും ഗന്ധവും വർഷിക്കും. അപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം വരുമ്പോൾ കർത്താവിന് തടയും അതിനെ തടയുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിപ്പം വായിച്ചത്. അപ്പോൾ അവിടെ വലിയ സംഭവങ്ങൾ നടക്കും. ആ നടക്കുന്ന സമയത്ത് കർത്താവ് അവസാനം പറയാണ്, നിൻ്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ല് ഞാൻ തെറിപ്പിച്ചു കളയും, വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. ആ കാലഘട്ടം വരുമ്പോഴത്തേനും പ്രിയപ്പെട്ടവരെ മിസൈലിൻ്റെ പലവിധ രീതിയിലുള്ള സംവിധാനങ്ങൾ വരും. നിൻ്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ല്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഇടത്ത് കയ്യിൽ നിന്ന് വില്ല് തെറിപ്പിച്ചു കളയും, വലത്ത് കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. അതായത് ഇത് പഴയ ശൈലിയിൽ എഴുതിയിരിക്കുന്നത്, അമ്പും വില്ലും. ആ കാലഘട്ടമല്ല. ഇനി വരുമ്പോൾ മിസൈൽ ലോഞ്ചറാണ്. ഇടത്ത് കയ്യിൽ ആണവായുധത്തിൻ്റെ ആണെങ്കിൽ വലത്ത് കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ആയിരിക്കും. ഭൂമിയിൽ കൂടെ ഇങ്ങനെയും പോകും, ഭൂമിയിലേക്ക് ബഹിരാകാശം ഇങ്ങനെയും പോകും. ഇടത്ത് കയ്യിൽ ക്രൂയിസ് മിസൈലാണെങ്കിൽ വലത്ത് കയ്യിൽ എന്താണ് സംഭവം? ഹൈപ്പർസോണിക് മിസൈലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സൂര്യൻ്റെ 1/3, ചന്ദ്രൻ്റെ 1/3, ഭൂമിയുടെ 1/3 തകർക്കപ്പെട്ടു. ഇത് ചുമ്മാ എഴുതി വെച്ചതല്ല പ്രിയപ്പെട്ടവരെ. ആ യന്ത്രങ്ങൾ ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ട് ഓരോ രാഷ്ട്രങ്ങളുടെയും കയ്യിലുണ്ട്. അതിൻ്റെ പുതിയ വെർഷനുകൾ, പുതിയ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അങ്ങനെ വരുമ്പോൾ പിന്നീട് ലോകം അവസാനിച്ചു കഴിയുമ്പോൾ എന്തു സംഭവിക്കും? ഇങ്ങനെ യുദ്ധം കൊണ്ട് വരുന്നു, മൂന്നാം ലോക മഹായുദ്ധം മുറുകുന്നു, ഗോഗമാഗോ യുദ്ധം മുറുകുന്നു. അങ്ങനെ അവസാനം വരെ ഈ ലോകത്തെ രക്തചിന്തലും കൊടിയ പീഡനവും വേദന നടക്കുമ്പോൾ ഭൂമിയെയും നക്ഷത്രയും സൂര്യനെയും എല്ലാം കർത്താവ് നീക്കം ചെയ്ത് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ആ എഴുതപ്പെട്ട വചനത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ പുതിയ ആകാശം, വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരുടെ കൂടെ വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കില്ല, പഴയതെല്ലാം കടന്നുപോയി. പഴയത് എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഈ കാണുന്ന ചന്ദ്രൻ, ഈ ഭൂമിയിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, ആകൃതികൾ, വലിയ ദുരന്തങ്ങൾ, കൊടും അപരാധങ്ങൾ, കൊടും കൊലപാതകങ്ങൾ എല്ലാം പഴയ സംവിധാനമാണ്. അതിനെ മാറ്റി ഈ എന്തെല്ലാം ദുഷ്ടതയും ക്രൂരതയും വഞ്ചനയും ചതിയും ഭേദം ഇവിടെ ഉണ്ടോ അതെല്ലാം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് അതിൻ്റെ എല്ലാം എതിർവശമായ സത്യം, നീതി, സന്തോഷം, സമാധാനം, ആനന്ദം, ദൈവിക മഹത്വം, മരണമില്ലാത്ത അവസ്ഥ, അതാണ് നിത്യജീവൻ, നിത്യത,
ദൈവമായ കർത്താവിൻ്റെ കൂടെ മനുഷ്യനൊപ്പം ജീവിക്കുവാനുള്ള സംവിധാനം സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന് വള്ളിക്ക് പുള്ളിക്ക് മാറുകയില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇനി കാര്യങ്ങൾ നമ്മൾ ലോകാവസാനം ഉണ്ടോ ഇല്ലയോ, അത് ശാസ്ത്രീയമായിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് കേട്ടുള്ളവർക്ക് ബോധ്യമാണ്, പരമ സത്യമാണെന്ന് ബോധ്യമായിട്ടുണ്ടാവും. പിന്നെ പറയാണ് കർത്താവ് എന്താ പറഞ്ഞേ, ഇനിമേൽ മരണമുണ്ടായിരിക്കില്ല. മരണമെന്ന സാത്താനും മരണമെന്ന പിശാചും അത് തന്ന സംവിധാനങ്ങളും ഇനി ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താണ്? എന്നേക്കുമുള്ള ജീവൻ, നിത്യജീവൻ, നിത്യത, നിത്യമഹത്വം പിതാവായ യേശുവിൻ്റെ കൂടെ, പുത്രനായ യേശുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ, ആ കൂടെ സ്വന്തം അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ മക്കൾ വസിക്കുന്ന പോലെ ആ പുതിയ ജീവിതം, മരിച്ചവർക്ക് പുതിയ ശരീരം കൊടുത്തുകൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന ആ സംഭവം 2034 ഫെബ്രുവരി 15 സംഭവിക്കും. ചുരുങ്ങിയ കാലഘട്ടമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയ സഹോദരനെ, ഇനി ഞാൻ അടുത്ത ദിവസത്തെ ക്ലാസ് എടുക്കുന്നത് എന്താണ് സ്വർഗം എന്നൊരു ക്ലാസ്സും കൂടി എടുത്തിട്ടാണ് നമ്മുടെ ഒരുക്കത്തിൻ്റെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരുങ്ങേണ്ടതെന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനിത് കഴിഞ്ഞ പോലെ ഒരു അഴകൊടവൻ ചിന്ത, ഒരു കൊട്ടത്താപ്പ് ചിന്ത, അതൊന്നുമല്ല. വ്യക്തമായ ഒരു വ്യക്തിയുടെ ശരീരം ഈ നിത്യജീവിതത്തിന് യോഗ്യമായ ശരീരമായിട്ട് രൂപാന്തരപ്പെടേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ഘടന എന്താണ്, അതിൻ്റെ ചിന്തകൾ എന്താണ്, അതിൻ്റെ വചനം എന്താണ്, അതിൻ്റെ നിഗൂഢ രഹസ്യം എന്താണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ മഹത്വം നമ്മൾ അറിയുന്നത് നിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ യുഗാന്ത്യത്തിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി, പ്രശ്നം കലുഷിതമാകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ എനിക്കൊന്ന് ഒരുങ്ങാമായിരുന്നു. കുറേയൊക്കെ ഞാൻ ധ്യാനങ്ങൾ അവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഒരുക്കം ശരിയായില്ല, ശരിയായ രീതിയിൽ ഒരുങ്ങിയിട്ടില്ല. ഇപ്പം എനിക്ക് ദുഃഖം തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ രക്ഷിക്കാൻ ആരെയും വരുമോ ഇല്ല, എനിക്ക് ഉറപ്പില്ല, എൻ്റെ ആത്മീയാവസ്ഥ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് അവിടെ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ, മുന്നൊരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എപ്പോൾ എങ്ങനെ ആണ് സംഭവം. ഈ ലോകമൊക്കെ എങ്ങനെ നിലനിൽക്കും, ഒന്നും സംഭവിക്കില്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. ഇല്ല പ്രിയപ്പെട്ടവർ, ഇതെല്ലാം മാറ്റപ്പെടുകയും പുതിയത് വരികയും ചെയ്യും. അതുകൊണ്ട് ഈ ലോകാവസാനത്തിൻ്റെ ക്ലാസ്, അത് ലോകം അവസാനിക്കുമോ ഇല്ലയോ എന്ന് ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും വചനപരമായിട്ടും എല്ലാം അതിൻ്റെ കണക്ക്, ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്കൊക്കെ പറയുന്നത് ഒത്തിരി കണക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. കണക്കുകളെന്ന് പറഞ്ഞാൽ വലിയ കണക്കുകളുണ്ട്, ഒത്തിരി കണക്കുകൾ ഇതിനകത്ത് കർത്താവ് പറഞ്ഞ കണക്കുകളുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് ഇതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. സർവശക്തനായ ദൈവം എന്നെ അനുവദിച്ചു. അതിന് കർത്താവിന് നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ലോകാവസാനം എന്ന വിഷയം തീർന്നു. പക്ഷേ ഇനി അതിപ്രധാനമായ 2-3 ക്ലാസ് വരുന്നുണ്ട്. ഒന്ന്, സ്വർഗം, അതിൻ്റെ ഘടന. ഇതൊക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ പിന്നെ വരുന്ന സ്വർഗം എന്ന സത്യം എന്താണ്, അത് യാഥാർത്ഥ്യമാണോ, അതിൻ്റെ ഘടന എന്താണ്, അതിൻ്റെ സംവിധാനങ്ങൾ എന്താണ്, അത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേതാണ് ഒരുക്കം, അതോ ഇനിയൊരു വിശദീകരണ പ്രക്രിയ, ഒരു മനുഷ്യൻ്റെ ശരീരം എപ്രകാരം ആയിരിക്കണം എന്നുള്ളത്. മൂന്നാമത്തേതാണ് നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ഓരോ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ അവസ്ഥയുടെ ചാർട്ട്. ആ ഒരു ചാർട്ട് നിങ്ങളുണ്ടാക്കി കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ 2-3 അതിപ്രധാനമായ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം അത് മറ്റൊരു ഘട്ടത്തിലേക്ക്, നമ്മുടെ സുവിശേഷ ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഈ ശുശ്രൂഷയുടെ മറ്റൊരു, അതായത് അത് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ്, വിശുദ്ധഗ്രന്ഥത്തിലുള്ള കാര്യം തന്നെയാണ്, അത് അത്യാവശ്യമായിട്ട് കേൾക്കേണ്ടതുമാണ്. ആ സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. അതിലെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തി എന്നിൽ നിറയുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഞാൻ ആകാംക്ഷപൂർവ്വം ഒരുങ്ങിയിരിക്കുവാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, എൻ്റെ ഭവനത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ഭർത്താവിൻ്റെ മദ്യപാനം, അല്ലെങ്കിൽ ഭാര്യയുടെ ദുർനടപ്പ്, അല്ലെങ്കിൽ മക്കളുമായിട്ട് പൊരുത്തപ്പെടാത്ത അവസ്ഥ, കുടുംബത്തിലെ സ്നേഹമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ അകത്ത് കഴിയുന്നവർ, ഡൈവോഴ്സ് ചെയ്തവർ, ക്യാൻസർ രോഗികൾ, മരണാസന്നർ, 90-98 വയസ്സായിട്ട് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് മരിക്കാതെ കിടക്കുന്ന ആൾക്കാർ, കണ്ണ് കാണത്തില്ലാത്തവർ, ഭവനമില്ലാത്തവർ, ഈ പ്രിയ സഹോദരങ്ങളെ, 100 പ്രശ്നങ്ങളുമായി, പ്രശ്നങ്ങളുടെ നടുവിൽ വേദനയോടെ കഴിയുന്ന സകല മനുഷ്യർക്കും കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ സഹനത്തിന്, നിന്റെ വേദനയ്ക്ക്, നിന്റെ ആകുലതയ്ക്ക് പരിഹാരമുണ്ട്. അതിന് വരാൻ
അതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഞാൻ, യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന ഏക സത്യദീപമായി ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരൻ്റെ ഒരുക്കം നമ്മൾ ആരംഭിക്കണം പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ സത്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന്, ആ ബോധ്യത്തിൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളൊരു ശക്തമായ ഒരുക്കം, ഒരു ശക്തമായ ബോധവൽക്കരണം, ഒരു ശക്തമായ ബോധ്യം, ഘടനാപരമായൊരു ബോധ്യം, ഒരു സാങ്കല്പിക തലമല്ല, ഒരു അഴകുഴവൻ ചിന്തകളല്ല, ഒരു യാഥാർത്ഥ്യ ചിന്ത, ഒരു സത്യസന്ധമായ ചിന്ത, ഘടനാപരമായ ചിന്ത, ഘടനാപരമായ പഠനം, ഒരു വളരെ വ്യക്തമായ ഒരു ജ്ഞാനത്തിൻ്റെ ബോധ്യം നമ്മളുണ്ടാവണം. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് നമുക്കറിയാം. എൻ്റെയൊക്കെ ഒരു 5-10 വർഷം മുമ്പ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പികമായി ഒരു അച്ചുതണ്ട്. നമ്മൾ കേട്ടു, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, സാമൂഹികം പഠിക്കുമ്പോൾ സാറുമാർ ഭൂമി ഇങ്ങനെ ഒരു സാങ്കല്പിക അച്ചുതണ്ടിലാണ് ഇങ്ങനെ കറങ്ങുന്നത്, ഭൂമി അല്പം ചെരിഞ്ഞാണ് നിൽക്കുന്നത്, ആ അച്ചുതണ്ടിലാണ് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ പറഞ്ഞു. അച്ചുതണ്ടോ? അതിന് കോല് പോലെ നമ്മൾ സങ്കല്പിക്കുകയാണ്. ആ കോലിനകത്ത് ഇങ്ങനെ കോർത്ത് ഒരു ബലൂൺ പോലെ, ഒരു പന്ത് പോലെ വെച്ചിരിക്കുന്നു, അതിങ്ങനെ കോല കിടന്ന് കറങ്ങുന്നു. ഇങ്ങനെയൊക്കെയാണ് സാങ്കല്പികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതുപോലെയൊക്കെയാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ചും ഈ പാതാളത്തെക്കുറിച്ചൊക്കെ നമ്മുടെ കാഴ്ചപ്പാട്. എന്നാൽ അതല്ല, ശാസ്ത്രീയമായിട്ടത് സത്യമാണ് എന്നത് പരമസത്യമാണ്. ശാസ്ത്രീയമായ വചനം കൂടെ ഞാൻ ഇന്നലെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ലോകാവസാനത്തിൻ്റെ 2 ക്ലാസ്സും ഇന്നത്തെ ഈ ക്ലാസ്സും കൂട്ടി 3 ലോകാവസാന ക്ലാസ്സുകൾ നിങ്ങൾ പല ആവർത്തി, ഒരാവർത്തി ഒന്നും കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രഹിക്കാൻ പറ്റില്ല. പല ആവർത്തി നിങ്ങൾ കേൾക്കണം, പലപ്പോഴായിട്ട് കേൾക്കണം. ഒരാഴ്ച കേട്ട് മറന്ന് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും എടുത്ത് വെച്ച് കേൾക്കണം. 2 ആഴ്ച കേട്ട് വീണ്ടും 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും എടുത്ത് വെച്ച് കേൾക്കണം. അങ്ങനെ ഒരു 3-4 മാസം നിങ്ങൾ ഈ 3 ക്ലാസ് തെരുതെരെ കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അത് രൂഢമൂലമാകണം, ശക്തമായി വേരൂന്നണം, ശക്തമായി ഉറപ്പിച്ചു വെക്കണം. ഇത് ശരിയാണ്, സത്യമാണ്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഒന്നും വചനമില്ലാതെ പറഞ്ഞിട്ടില്ല. ദൈവവചനത്തിൻ്റെ ആധാരവും പിൻബലവും ശക്തിയും അതിൻ്റെ ജ്ഞാനവും ഇല്ലാതെ എൻ്റെ സ്വന്തം സാങ്കല്പികമായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ദൈവം തന്നെ സാക്ഷി, നിങ്ങളും സാക്ഷി. സാങ്കല്പികമായിട്ട് എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഒന്നും പറ്റില്ല. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്രമാത്രം നിങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി മാത്രം. ഇത്രമാത്രം നിഗൂഢ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തന്നെങ്കിൽ അതിന് പിന്നിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു ഉദ്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാത്തിൻ്റെയും ഉദ്ദേശം, ഈ ക്ലാസിൻ്റെയും ഈ വചനത്തിൻ്റെയും ബൈബിളിൻ്റെയും സുവിശേഷത്തിൻ്റെയും സഭയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ഉദ്ദേശം, നീ നശിച്ചു പോകരുത്, നീ രക്ഷപ്പെട്ട് എൻ്റെ സനിൽ നിത്യജീവിതത്തിലേക്ക്, നിത്യാനന്ദത്തിലേക്ക്, നിത്യമഹത്വത്തിലേക്ക് മാറ്റപ്പെടണം. ഈ പൈശാചിയുടെ പ്രദേശത്ത് നിന്നും ഈ ദുഷ്ടതയുടെ തലകളിൽ നിന്നും നിനക്ക് ആനന്ദം തരുന്ന ദൈവത്തോട് ചേർന്നുള്ള മഹത്വം സ്വീകരിക്കുവാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരൊറ്റ ചിന്തയും പദ്ധതിയും മാത്രമേ സർവശക്തനായ ദൈവത്തിനുള്ളൂ, സ്വർഗത്തിനുള്ളൂ, ഈ സുവിശേഷത്തിനുള്ളൂ. അതുകൊണ്ട് എൻ്റെ ആത്മരക്ഷ എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ രൂഢമൂലമായ ചിന്ത. അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും വേണ്ട. അതിനപ്പുറത്ത് എൻ്റെ സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിക്കാൻ തടസ്സമായിരിക്കുന്നതൊക്കെ നാം വലിച്ചു ദൂരെ എറിയണം പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിലെ കണ്ണിൻ്റെ മായകളും കാതിൻ്റെ മായകളും ജഡമോഹവും ജഡിക അഭിലാഷങ്ങളും കണ്ണിൽ കൂടെ കയറി വരുന്ന ദുരാത്മാക്കളും പൈശാചികളെയും നമ്മൾ പുല്ലുപോലെ തൃണം പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റെ ക്രിസ്തുവിൻ്റെ നിത്യജീവന് വേണ്ടി, എൻ്റെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, ഈ യുഗാന്ത്യത്തിൽ, ഈ ലോകാവസാനത്തിൽ എനിക്ക് നാശമില്ലാതെ രക്ഷപ്പെടാൻ എൻ്റെ കർത്താവായ ദൈവം എൻ്റെ പക്ഷത്ത് നിൽക്കണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കണമെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നല്ലപോലെ വേണം. അതിൻ്റെ ഒരുക്കത്തിൻ്റെ ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ തരാം. സഹോദരങ്ങളെ, അതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുത്വം നമുക്ക് കോട്ടയായിട്ട് നിൽക്കട്ടെ. എൻ്റെ ഭരണ കർത്താവിൻ്റെ തിരിച്ചും തിരുത്വം കോട്ടയായി നിൽക്കട്ടെ. കർത്താവിൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. 5 കന്യകമാർ അർദ്ധരാത്രിയിൽ ഇതാ മണവാൾ എന്ന് പറഞ്ഞപ്പോൾ അവർ ആർത്തു വിളിച്ചതുപോലെ നമുക്ക് യേശുവിൻ്റെ വേദനയുള്ള, ഈ ലോകത്തിൻ്റെ യേശു പ്രശ്നമുള്ള വേദനകൾ വരുമ്പോൾ എൻ്റെ യേശു എന്ന് വിളിച്ചുകൊണ്ട് 100 വചനം 1000 വചനം ഒരു മടിയും കൂടാതെ ഇടതടവില്ലാതെ അതിരത്തിലൂടെ ഒഴുകി വരുന്ന പോലെ ഒരുപാട് വചനങ്ങൾ ഏറ്റുപറയാൻ ശക്തിയും ധൈര്യവും ധീരതയും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ കൂടെയായിരിക്കും നമുക്ക് സാധിക്കും. പറയപ്പെട്ടവരെ, ആ കൃപയും ശക്തിയും നമ്മൾ നിറയും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ രക്ഷിക്കപ്പെടും. ഒരു ദോഷവും നമ്മളെ തൊടില്ല. ഒരു അസ്വസ്ഥയും കർത്താവിൻ്റെ ദുരാത്മാക്കൾ നമ്മൾ വന്ന് തൊടുകയില്ല. എൻ്റെ യേശുവിൻ്റെ സംരക്ഷണം സങ്കീർത്തനം 9:8, വെളിപാട് 3:10 അങ്ങനെയുള്ള വചനങ്ങൾ കർത്താവിൻ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയുടെ കൂടിയായിരിക്കണം. അതിനായി നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.